ഹായ് കൂട്ടുകാരെ, നമുക്കപ്പോൾ ഇന്ന് മുരുകൻ്റെ അമ്പലത്തിൽ കാവടി ഘോഷയാത്ര കാണാൻ പോയാലോ? കാവടി ഉത്സവമാട്ടോ, നമുക്ക് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഇതാ നമ്മൾ നടന്ന റോഡിലെത്തിയപ്പോഴേക്കും ഘോഷയാത്ര ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, തങ്കേക്കാട്ടമ്പലം. അമ്പലത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ റോഡിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള ഫ്രണ്ടിലെ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇതാ കാവടി ഘോഷയാത്രയും ഒരുപാട് രൂപങ്ങളും, ദേവിയായിട്ട് മഹാദേവൻ, പാർവതി, അങ്ങനെ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ കുട്ടിയപ്പെട്ടാളും കുട്ടി ടീംസൊക്കെ തുള്ളി അടിച്ച് പൊളിച്ച് വരുന്നുണ്ട് കേട്ടോ. ആ ചെണ്ടകൊട്ടിൻ്റെ താളം കേൾക്കുമ്പോൾ ആർക്കാ ഒന്ന് തുള്ളാതിരിക്കാൻ തോന്നുന്നത്? ഞാൻ തുള്ളിയില്ല കേട്ടോ, ഞാൻ ഇവരുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ധൃതിയിലായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ വന്ന് കയറിയപ്പോഴേക്കും എല്ലാ രൂപങ്ങൾക്കും എല്ലാ പരിപാടിക്കാർക്കും അവിടെ തുള്ളാനും എല്ലാത്തിനുമുള്ള സൗകര്യമൊക്കെ അമ്പലക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും കാവടിക്കാർക്ക് അവർക്ക് ഓടി നടന്ന് തുള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സ്ഥലം വേണം. അതുകൊണ്ട് പുറകിലെ തുള്ളലിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്നത് അവർക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത്, ഇത് പാട്ടിനനുസരിച്ചുള്ള തുള്ളലായിരുന്നു കേട്ടോ. അതിനുശേഷം അവർ കാവടി മാറ്റിവെച്ച് ഇടക്കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നേ. പാട്ടിനനുസരിച്ചുള്ള തുള്ളൽ മീൻസ് ഡാൻസാണ് കേട്ടോ ഉദ്ദേശിച്ചത്, തുള്ളുന്നത് പറഞ്ഞതേ ഉള്ളൂ. അതിനൊപ്പം എന്താ കിടന്ന് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരും പിള്ളേരും എല്ലാവരും അതിനൊപ്പം കിടന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു ചേട്ടനെ ഞാൻ ഫോക്കസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചേട്ടനാണോ അനിയനാണോന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ. ശേഷം നമുക്ക് അമ്പലത്തിൽ അത് കാവടി ഘോഷയാത്രയെല്ലാം കഴിഞ്ഞൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും മുരുകൻ്റെയും കാളിയുടെയൊക്കെ ആയിട്ട് ഒരു കലാരൂപം അവർ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.